സ്തുതിയായിരിക്കട്ടെ. ഒരു പുരോഹിതനും ഒരു മാലാഖയും എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചെല്ലുന്നത് ആ പുരോഹിതൻ്റെ അടുത്താണ്. ഞാൻ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിക്കും. കാരണം ആ പുരോഹിതനാണ് എല്ലാ ദിവസവും തൻ്റെ പവിത്രമായ കരങ്ങളിൽ എൻ്റെ നാവിലേക്ക് ക്രിസ്തുവിനെ തരുന്നതെന്ന്. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളാണ് ഇവ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് നമ്മുടെ വികാരി അച്ഛന്മാരെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് അവരുടെ നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും ആരോഗ്യത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ എല്ലാ സന്യസ്തരെയും ദൈവം നിയോഗിച്ച പുരോഹിതർ, ദൈവം നിയോഗിച്ച വ്യക്തികൾ, ആ ദൈവം ഏത് ഉദ്ദേശത്തിലാണോ നിയോഗിച്ചിരിക്കുന്നത് ആ ഉദ്ദേശം അവരിലൂടെ പൂർത്തീകരിക്കുകയാണ് സംഭവിക്കുക. ദൈവജനത്തെ നയിക്കുവാനായിട്ട് പുരോഹിതനെ ദൈവം അഭിഷക്തനാക്കിയിട്ടുണ്ടെങ്കിൽ ആ അഭിഷക്തനിലൂടെ ദൈവജനത്തെ നയിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകത്തിൽ അതിൻ്റെ 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവജനത്തെ നയിക്കുവാനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ ദൈവജനം പരാതിപ്പെടുകയാണ്, പിറുപിറുക്കുകയാണ്, മോശയ്ക്കെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും. അപ്പോൾ നിസ്സഹായനായ മോശ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ഈ ജനത്തിൻ്റെ പരാതി പരിഭവമെല്ലാം കേൾക്കുവാനായിട്ട് ഞാനല്ലല്ലോ അവരെ ഗർഭം ധരിച്ചത്. അവരിത്രമാത്രം എന്നെ, അതുപോലെ തന്നെ നിന്നെയും ദേഷിക്കുവാനായിട്ട് ഞാനല്ലല്ലോ അവരെ പ്രസവിച്ചത്. ആയതിനാൽ ഈ ദാസനെ അങ്ങ് വിളിക്കുന്നതാണ് ഇവരുടെ ഈ പരാതി കേൾക്കുന്നതിനേക്കാളും മെച്ചമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം നിയോഗിച്ച അഭിഷക്തനിലൂടെ, പുരോഹിതനിലൂടെ എന്തെല്ലാം അടയാളങ്ങളാണ് സംഭവിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തവരിലേക്ക് ദൈവം അനുഗ്രഹമായി വർദ്ധിക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തികളെ എങ്ങനെയാണ് നയിക്കുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവജനം അവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് വിശന്നിരുന്നപ്പോൾ ശിഷ്യന്മാർ ചെന്ന് പറയുകയാണ്, ഇതൊരു വിജന സ്ഥലമല്ലേ, ഇവരെ നാട്ടിൻ പ്രദേശങ്ങളിലേക്കും പട്ടണങ്ങളിലേക്ക് ഇവരെ നമുക്ക് അയക്കാം, കാരണം അവർ ചെന്ന് എന്തെങ്കിലും ഭക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ യേശുനാഥൻ പറയുക, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുക. ശിഷ്യന്മാരുടെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് കൊടുക്കുക? പിന്നീട് നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം പേരെ തൃപ്തരാക്കി. ഇനി എങ്ങനെയാണ് തൃപ്തരാക്കിയത്? ദൈവം ഈ അത്ഭുതം പ്രവർത്തിച്ച് ശിഷ്യന്മാരുടെ കരങ്ങളിലാണ് ഏൽപ്പിക്കുന്നത്. ശിഷ്യന്മാരാണ് ജനത്തിന് കൊടുക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തവരെ നയിക്കുവാനായിട്ട് വീണ്ടും ദൈവം തെരഞ്ഞെടുത്ത, നിയോഗിച്ച വ്യക്തികളിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ഇന്നും തിരുസഭയിൽ ദൈവം ഒരു പുരോഹിതനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ പുരോഹിതനിലൂടെ തന്നെ ആയിരിക്കും ദൈവം അവനെ ആരെയാണോ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ജനങ്ങളിലേക്ക് അനുഗ്രഹമായി, കൃപയായി, സൗഖ്യമായി, ആശ്വാസമായി, വിടുതലായി, സ്നേഹമായി, കരുതലായി ആ ദൈവത്തിൻ്റെ ഇടപെടൽ ആ പുരോഹിതനിലൂടെ തീർച്ചയായിട്ടും തൻ്റെ ജനത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പുരോഹിതരെ അനുസ്മരിച്ചുകൊണ്ട് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിനേക്കാളും ഉപരിയായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരുപാട് ദൈവവിളികൾ ഉണ്ടാകുവാനായി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.